Hello and welcome. This is Robin and you're watching Learn English with Robin. നമ്മളിന്ന് പോകുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമറിൻ്റെ 125 ഭാഗത്തിലേക്കാണ്. 100 ട്രാൻസ്ലേഷൻ ചാലഞ്ചസ് നമ്പർ 3ലേക്കാണ്. ഇവിടെ ഞാൻ മലയാളം ഒരു സെൻറ്റൻസ് തരുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അതിലെ എക്സ്പ്ലനേഷൻ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മലയാളം ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. നീ അവനോട് എന്താണ് പറഞ്ഞത്? ഇതിൻ്റെ ട്രാൻസ്ലേഷനാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഞാൻ അടിയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം നമ്മൾ ജസ്റ്റ് ട്രാൻസ്ലേഷൻ പഠിച്ചൊരു കാര്യമില്ല. നീ അവനോട് എന്താണ് പറഞ്ഞത് എന്ന് മറ്റൊരാളോട് ചോദിക്കാനുള്ള സിറ്റുവേഷനൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ സിറ്റുവേഷൻ ബേസ്ഡ് പഠിച്ചാൽ നിങ്ങൾക്ക് ടെൻസസ് പെട്ടെന്ന് ക്ലിയർ ആവുകയും ചെയ്യും. സോ നീ അവനോട് എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്ന കാര്യം ഇവിടെ ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലിലെ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സിൻ്റെ കണ്ടൻറ്റ്സ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കമൻറ്റ്സിൽ ചോദിക്കുകയും ചെയ്യാം. നീ അവനോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻഡ്. നീ അവനോട് എന്താണ് പറഞ്ഞത്? ആരോട് ചോദിക്കുന്നു, എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സ്ക്രീനിൽ ബ്ലൂ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് മൗസ് വെച്ച്. ഞാൻ വായിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ഒപ്പം വായിക്കുക. ജോൺ റീച്ച് ഹിസ് ഓഫീസ് അറ്റ് 9 AM. ജോൺ റീച്ച് ഹിസ് ഓഫീസ് ബൈ 9 AM. ജോൺ 9 മണിയോടെ അവൻ്റെ ഓഫീസിൽ എത്തി. അറ്റ് ദാറ്റ് ടൈം ഹി ഹേർഡ് സാം ടെല്ലിങ് സംതിങ് ടു രാജേഷ്. ആ സമയത്ത് അറ്റ് ദാറ്റ് ടൈം ഹി ഹേർഡ് സാം ടെല്ലിങ് സംതിങ് ടു രാജേഷ്. ആ സമയത്ത് സാം രാജേഷിനോട് എന്തോ പറയുന്നത് ജോൺ കേട്ടു. അപ്പോൾ ജോൺ എത്തിയത് ഓഫീസിൽ 9 മണിയോടെയാണ്, രാവിലെ 9 AM ആ സമയത്ത് സാം രാജേഷിനോട് എന്തോ കാര്യം പറയുന്നത് ജോൺ കേട്ടു. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഹി കുഡിൻറ്റ് ഹിയർ ഇറ്റ് പ്രോപ്പർലി. അവനത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ, അത് പ്രോപ്പറായിട്ട് അത് കേൾക്കാൻ സാധിച്ചില്ല. എന്തോ പറഞ്ഞു, സാം രാജേഷിനോട് എന്തോ പറഞ്ഞു, എന്താണെന്ന് മുഴുവനായിട്ട് അത് കേൾക്കാൻ അവന് സാധിച്ചില്ല. സോ ഹി ആസ്ക്ഡ് സാം. അപ്പോഴാണ് സാമിനോട് ചോദിക്കുന്നത്, നീ അവനോട് എന്താണ് പറഞ്ഞത്? ഓക്കെ, സിറ്റുവേഷൻ ക്ലിയർ ആയല്ലോ. നീ അവനോട് എന്താണ് പറഞ്ഞതെന്ന് ജോൺ സാമിനോട് ചോദിക്കുകയാണ്. ഓക്കെ, സിറ്റുവേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. തെറ്റായാലും ശരിയായാലും കുഴപ്പമില്ല. നമുക്ക് തെറ്റുകൾ വരാതെ പഠിക്കാൻ പറ്റില്ല. എന്തായാലും യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ മിസ്റ്റേക്സ് ആൻഡ് കറക്റ്റ് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. ലെറ്റ്സ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നീ അവനോട് എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം? നിങ്ങൾ കണ്ടെത്തിയ ആൻസർ കറക്റ്റ് ആണെങ്കിൽ അത് കമൻറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുക. തെറ്റാണെങ്കിലും പ്രോബ്ലം ഇല്ല. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേറെ ഉണ്ട്. അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ആപ്ലിക്കേഷനാണ്. വാട്ട് ഡിഡ് യു ടെൽ ഹിം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ലെറ്റ്സ് ലേൺ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇത് ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇവിടെ ഞാൻ ക്വിക്കായിട്ടൊരു എക്സ്പ്ലനേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ക്ലാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, did you plus v1 form of verb. അതായത് did you plus v1 form, ഫസ്റ്റ് ഫോം ഓഫ് വേർബ് വെച്ച് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. നിങ്ങളൊരു കാര്യം, ഇപ്പോഴത്തെ സമയം എന്താണോ അതിന് മുമ്പ് ചെയ്തോ, ഇപ്പോഴത്തെ സമയം എന്താണോ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനാണ് ഡിഡ് വെച്ച് ചോദ്യം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ ഡിഡ് ഇവിടെ വന്നതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിഡ് യു പ്ലസ് v1 ഫോം എന്തെങ്കിലും കാര്യം ചെയ്തോ. എക്സാമ്പിൾസ് നോക്കാം. ഡിഡ് യു ഇൻഫോം ഹിം അബൌട്ട് ദാറ്റ്? അതിനെപ്പറ്റി നീ അവനെ അറിയിച്ചോ? അല്ല, അതിനെക്കുറിച്ച് നീ അവനെ അറിയിച്ചോ? ഡിഡ് യു ഇൻഫോം ഹിം. ഡിഡ് യു പ്ലസ് v1 ഫോം. ഡിഡ് യു ടേക്ക് മൈ പെൻ? നീ എൻ്റെ പേന എടുത്തോ? അപ്പോൾ എൻ്റെ പേന കാണുന്നില്ല, അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഡിഡ് യു ടേക്ക് മൈ പെൻ? നീ എൻ്റെ പേന എടുത്തോ? ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദാറ്റ്? നീ അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞോ? അപ്പോൾ ഇവിടെ നമുക്ക് ഡിഡ് യു ടെൽ ഹിം അബൌട്ട് ദാറ്റ്, കണ്ടോ? നീ അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞോ? വാട്ട് ഡിഡ് യു ടെൽ ഹിം? നീ അവനോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ ഡിഡ് യു ടെൽ ഹിം പറഞ്ഞു. ഈ ഡിഡ് യു ടെൽ ഹിമിൻ്റെ മുമ്പിൽ നമ്മൾ എന്താണ് ഇട്ടത്? വാട്ട് ഡിഡ് യു ടെൽ ഹിം? നീ അവനോട് എന്താണ് പറഞ്ഞത്? ഇത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷനിലുള്ള ആൻസർ. ഇതാണ്, നീ അവനോട് എന്താണ് പറഞ്ഞത്. വാട്ട് ഡിഡ് യു ടെൽ ഹിം. ഇത് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഡിഡ് യുവിൻ്റെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ ക്ലാസ്സൊക്കെ ശരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റാണ്. ബേസിക്സ് തൊട്ട് പഠിക്കാനും മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്കിൽസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാനും ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനുള്ള സ്കിൽസ് ഇംഗ്ലീഷിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ വളരെ യൂസ്ഫുൾ ആണ്. പല ആൾക്കാരും ഇത് പ്ലേലിസ്റ്റുകൾ നോക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഞാനിവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സ് ഇവിടെയുണ്ട്.
നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റുകളുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് കമൻറ്റ്സ് ചോദിക്കാം. ഐ വിൽ ബി 100% കമ്മിറ്റഡ്. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആയി ഞാൻ കമ്മിറ്റഡ് ആയിരിക്കും. പഠിക്കാൻ ഓരോ ദിവസവും സമയം മാറ്റി വെച്ച് പഠിക്കാൻ, ഡൗട്ട്സ് ചോദിക്കാനും ഒക്കെ നിങ്ങളും കമ്മിറ്റഡ് ആയിരിക്കണം. കാരണം ഡൗട്ട്സ് ചോദിക്കണം. ഡൗട്ട്സ് ചോദിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നോർമലി നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നതുകൊണ്ട് ഇറ്റ് ഈസ് ഫൈൻ. ചില കാര്യങ്ങൾ ഡൗട്ട്സ് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകരുത്. ബിക്കോസ് ഓരോ സ്റ്റേജും ഓർഡർ ആയിട്ടാണ് കാണുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ലിങ്ക് ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 തൊട്ട് ഓർഡർ ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഹൗ മച്ച് എഫേർട്ട് യു ടേക്ക് ദാറ്റ് മച്ച് റിസൾട്ട് യു വിൽ ഗെറ്റ്. നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് മാത്രമാണ് റിസൾട്ട് കിട്ടുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾ പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്ത് നോക്കുക. വേറെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, ബുക്സ് ഫോർ ലേണിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഏത് ഭാഷയായാലും, ബിക്കോസ് ടു ഡെവലപ്പ് ലാംഗ്വേജ് സ്കിൽസ്, റീഡിംഗ് ആൻഡ് ലിസണിങ് ഈസ് എ മസ്റ്റ്. റീഡിംഗ് ലിസണിങ്ങും ഒരുപാട് സമയം ചെയ്തതിൽ കുറച്ച് സമയം ചെയ്യുക. ഒന്നുകിൽ റീഡിംഗ് എങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ലിസണിങ് ചെയ്യുക. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ബുക്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഗ്രാമർ ബുക്സ് ഉണ്ട്. അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ബുക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ ബുക്സ് സെലക്റ്റഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. IELTS ബുക്സ് ഉണ്ട്. IELTS ബുക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് IELTS എക്സാം ഒക്കെ നിങ്ങൾ സ്വയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ സ്വയം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹാരി പോട്ടർ ബുക്സ് സ്റ്റോറീസ് നിങ്ങൾക്ക് അറിയാം, വളരെ പോപ്പുലറാണ്. ഹാരി പോട്ടർ ബുക്സ് നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് എ മസ്റ്റ് റീഡ്. ഓക്കെ, ക്ലാസിക് സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ഉണ്ട്. ഇതും മസ്റ്റ് റീഡ് ആണ്. കാരണം നമ്മൾ ചെറുപ്പത്തിലെ സ്കൂൾ പ്രായം തൊട്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് വായിച്ചു തുടങ്ങേണ്ടതാണ്. നിങ്ങൾ ഇനി ലേറ്റ് ആയിട്ടില്ല. ക്ലാസിക് സ്റ്റോറീസ് ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സെൽഫ് ഹെൽപ്പ് ബുക്സ്. ചില ആൾക്കാർക്ക് സ്റ്റോറീസ് അല്ല ഇഷ്ടം, നമ്മളൊരു ഇൻഡിവിജ്വൽ എന്ന രീതിയിലും പേഴ്സണാലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് സജസ്റ്റഡ് ആണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സിൻ്റെ കളക്ഷൻ ഞാനിവിടെ ഇവിടെ ഞാൻ ഇട്ടുള്ളത്. ഇതിൽ കൂടുതൽ ബുക്സ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇതിൽ കൂടുതൽ കളക്ഷൻ ഉണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ഹോം പേജിൽ വ്യൂ സ്റ്റോർ എന്നൊരു ബട്ടൺ കാണാം, അല്ലെങ്കിൽ സ്റ്റോർ എന്ന ബട്ടൺ കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ബുക്സ് കാണാവുന്നതാണ്. സോ ഇത് ഞാൻ സജസ്റ്റ് ചെയ്ത ബുക്സാണ്, ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൂടാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള ബുക്സ്, ഞാൻ ഒരു ബുക്കിൻ്റെ ഓഥറാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ പഠിപ്പിക്കുന്ന കംപ്ലീറ്റ് കോഴ്സിൻ്റെ കണ്ടന്റാണെങ്കിൽ ബുക്കും, അതുപോലെ ഡിജിറ്റൽ കോഴ്സും ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ഡിജിറ്റൽ കോഴ്സിനുള്ള ഫ്രീ ഇ ബുക്കും ഉണ്ട്. സെൽഫായിട്ട് പഠിക്കാവുന്ന വളരെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ കോഴ്സാണ്. അതുപോലെ പേഴ്സണൽ ട്രെയിനറിന് സപ്പോർട്ടുള്ള കോഴ്സുണ്ട്. ഞാൻ തന്നെയാണ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ഇ ബുക്ക് PDF ഫോർമാറ്റ് ഉണ്ട്. അതായത് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കംപ്ലീറ്റ് ക്ലാസിൻ്റെ കണ്ടൻസ് ഇ ബുക്കിലുണ്ട്. പ്രിൻറ്റബിൾ ഫോർമാറ്റാണ്, PDF ഫോർമാറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് പ്രൈസ് ഡീറ്റെയിൽസൊക്കെ അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ടുഡേയ്സ് ട്രെയിനിങ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയും ചെയ്യും. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് ദ നെക്സ്റ്റ് ട്രെയിനിങ് സെഷൻ സൂൺ. ബൈ.